ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മളിന്നൊരു വ്ളോഗ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ മൂവിക്ക് പോവാണ്. മൂവിക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടൊരു മൂവിക്ക് പോകില്ല, അതിനകത്ത് കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇറങ്ങണം, മൂവിക്ക് പോകാൻ വേണ്ടി ഇറങ്ങണം. ഞാൻ സ്ഥലവും കാര്യങ്ങളൊന്നും ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല. പോയിട്ട് സെറ്റാക്കിയിട്ട് അങ്ങനെ പോകാനുള്ള പരിപാടിയുണ്ട്. ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. പോകണം വിത്ത് മൂവ് വിത്ത് ഫ്ലോ എന്ന രീതിക്ക് പോവാണ്. പക്ഷേ നമുക്ക് എതിരായിട്ട് മഴ വരുന്നുണ്ട്. മഴ കടുക്കും മുമ്പ് നമുക്ക് എന്തായാലും നമുക്കിവിടെ ഇറങ്ങി നേരെ പോകാം. ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ആ ഒരു സംഭവം. ഞാൻ പറഞ്ഞുതരാം, ഫോൺ ഒഴിക്കാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത്. സോ സമയങ്ങളെ നമുക്ക് എന്തെങ്കിലും ഇറങ്ങാം. ലെറ്റ്സ് ഗോ. ഐ തിങ്ക് കുറച്ച് പേരെങ്കിലും ഗസ് ചെയ്ത് കാണും എന്നെനിക്ക് കരുതുന്നു എന്താണ് ട്വിസ്റ്റ് എന്നുള്ളത്. വേറെ ഒന്നുമല്ല ട്വിസ്റ്റ്. ഇത് നമ്മൾ പോകുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, വിത്ത് എന്താ പറയുക, നമ്മൾ ഒരു സ്ട്രേഞ്ചർ ഗിലായിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഞാൻ സീരിയസ്ലി ഞാൻ പഴയ പോലെ അത്രയും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഞാൻ നേരിട്ട് പോയി ചോദിക്കാൻ നടന്നിട്ടില്ല. ഞാൻ ഒന്ന് രണ്ട് പണ്ടത്തെ ബ്ലോഗിനകത്തെ പറഞ്ഞിട്ടുണ്ടോ, നേരിട്ട് പോയി ചോദിച്ചു നടന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്ത്, അല്ലാണ്ട് ഇൻസ്റ്റഗ്രാം ത്രൂ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചോദിച്ചതാണ് സംഭവം. ഇൻസ്റ്റഗ്രാം ത്രൂ മെസ്സേജ് അയച്ച് ചോദിച്ച് അങ്ങനെ സെറ്റ് ആയതാണ് സംഭവം. സോ ഐ എം മച്ച് എക്സൈറ്റഡ്. ഞാനൊരു എന്താ ഒരു ഫ്ലവറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എവറി ഗേൾ ഡിസർവ് എ ഫ്ലവർ എന്നുള്ള കോൺസെപ്റ്റാണ് എൻ്റെ. പക്ഷേ നമ്മുടെ ബ്ലോഗിലേക്ക് വെൽക്കം ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ വെൽക്കം ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. മഴയും ചെറുതായിട്ട് പെയ്യുന്നുണ്ടോ എന്ന് സംശയം. സോ നമുക്ക് എന്തായാലും ആളെ പിക്ക് ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് പ്ലാൻ ചെയ്യാം എവിടെ പോകണമെന്നുള്ളത്. ഓക്കെ, എക്സൈറ്റ്മെൻറ്റ്. പക്ഷേ ഇതൊരു ഭയങ്കര ഇതല്ല, ഫൺ വൈബ് വീഡിയോ ആയിരിക്കും. ആൾ ഭയങ്കര ഫണ്ണാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്താവുന്നത്. കോയിൻസിഡൻസ് ഗൈസ്, ഓളും റെഡ്, ഞാനും റെഡ്. റെഡാണ് റെഡ്. അത് ഇത് ഇത് മറ്റേ വൈൻ ഇതല്ലേടാ, റെഡ് അല്ലേ? വൈൻ റെഡ് അല്ലേ? വൈൻ റെഡ്. ഞാൻ നോർമൽ റെഡ്. കൊള്ളാം. ഇവിടെ നിൽക്ക്, ഇവിടെ ഈ പോയിന്റ് നിൽക്ക്, മാർക്ക് ചെയ്ത സ്ഥലത്ത് നിൽക്ക്. അവിടെ കണ്ണടക്കം സെറ്റപ്പ്. ഓക്കെ, 1 2 3 തുറന്നോ. വെൽക്കം ടു മൈ വ്ലോഗ്. എവരി ഗേൾ ഡിസർവ് എ ഫ്ലവർ എന്നാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ട ഓക്കെ. ഓക്കെ, നമ്മൾ പെട്ടെന്ന് പോയി എവിടെയെങ്കിലും ചേക്കരട്ടെ, അല്ലെങ്കിൽ മഴ പെയ്ത് മൊത്തം നനഞ്ഞു കുരും. സമ്മതിക്കൂല, ഒരു കാര്യത്തിന് പുറത്തിറങ്ങാൻ വേണ്ടി സമ്മതിക്കൂല. അപ്പോഴേക്കും പെയ്തു. നോക്കിയാൽ സൂര്യന് വളർന്ന് ഇപ്പോൾ സൂര്യനെ കവർ ചെയ്ത് പോകുന്നു. നനഞ്ഞില്ലല്ലേ? ഒട്ടും നനഞ്ഞില്ല. ഞാൻ പിന്നെ ഫ്രണ്ട് ഇരിക്കുന്ന ഞാൻ ഒട്ടും നനയത്തില്ല. മഴ പെയ്യും, കുറയും, പിന്നെയും പെയ്യും. എന്താ അവസ്ഥ? കുഴപ്പമില്ല. നമ്മൾ പിന്നെ പ്രീ ബുക്ക് അവിടെ പോയിട്ട് നോക്കാനുള്ള പ്ലാനാണ്. എന്ത് പ്ലാൻ? അവിടെ ചെന്നിട്ട് പറയാം. മഴ എന്ന് പറയുന്നത് പോയിട്ടുണ്ട്. പോവാ ഇനി അടുത്ത മഴയ്ക്ക് നമ്മൾ അടുത്ത സ്ഥലത്തെത്തിട്ട്. നമ്മളങ്ങനെ നടന്ന് തന്നെ കഴിയില്ല. വണ്ടിയിൽ നമ്മൾ മഴ നനഞ്ഞ് കുതിർന്ന് എത്തിയിരിക്കുന്നത് ഫോറമാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ എന്തിനാന്ന് വെച്ചാൽ പടത്തിനാണ് വന്നത്. സുഖം മറന്നുപോയി, പടത്തിന് വന്നത്. പക്ഷേ ഏത് പടത്തിൻ്റെ കൂടെ എന്താണെന്നുള്ള തീരുമാനമായിട്ടില്ല. അനക്ക് വിജയ് ഫാനാണോ? ആണോ? എന്നാൽ പിന്നെ നമുക്ക് ജനനായകന് പോകാം. നമുക്ക് നേരെ പോയി ഇപ്പം ഏതാണോ ഉള്ളത്, അല്ല ഏതാണ് ഫസ്റ്റ് ഫോണല്ലേ സീനിൽ വാ, ഏതാണോ ഉള്ളത് അതിൽ കയറാം. ലിഫ്റ്റിപ്പ ഫോണും കൊണ്ട് ആര് കയറുന്നത്? ഏതാണോ ഉള്ളത് അതിൽ കയറാം. ഏതാണ് അടുത്ത ഷോ അതിൽ കയറാം. സെക്കൻഡ് ഫ്ലോർ. യെസ്. അയ്യോ പിന്നെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് ഞാൻ അവിടെ ചെന്നിട്ട് വെട്ടത്തിൽ, ഈ റവാം വെട്ടത്തിൽ ഇൻട്രൊഡക്ഷൻ ചെയ്ത് ശരിയാവില്ല. 4:55 നമുക്ക് ചായ കുടിക്കാൻ ടൈം ആയിരിക്കുന്നു. ലിഫ്റ്റിൽ അപ്പൊ ആളുകൾ തുറന്നു വരും. ഇനി നമ്മളങ്ങനെ ജനനായകൻ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. തിയേറ്റർ മുകളിൽ ഫുഡ് കോർട്ടിന് അവിടെ നിന്ന് കയറി പോകണം. നമുക്ക് ആദ്യം പോയി ഒരു കാര്യം ചെയ്യാം, ടിക്കറ്റ് സെറ്റ് ചെയ്യാം. അടുത്ത ഷോ ഏതാന്ന് നോക്കാം. ഈ 5 മണിക്കൂർ ഷോ ഉണ്ടെങ്കിൽ ഇപ്പോൾ 4:55 ആയില്ലേ? നടക്കൂല. അടുത്ത ഷോ ഏതാണോ അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നേരെ ഫുഡ് കോർട്ടിൽ വരുന്നു. അല്ല, അടുത്ത ഷോ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നേരെ ഫുഡ് കോർട്ടിൽ വരുന്നു. ചായ ഓർ കോഫി? എന്തായാലും മതി. അതാണ്, അങ്ങനെ വേണം. സോ ലെറ്റ്സ് ഗോ ഫോർ ടിക്കറ്റ്. ആൾക്കാരൊക്കെ നോക്കാട്ടോ.
അയ്യോ അവിടെ അയ്യോ കയറി പോലെ പോലെ അമ്മേ 5:45 PM ജനനായകൻ പോയാ ജനനായകൻ 5:45 രക്ഷപ്പെട്ടു. സിറ്റി സെറ്റ് കേട്ടോ, നമ്പേഴ്സ് തന്നാൽ മതി. ഈ ബ്ലാക്ക് ഇല്ലല്ലോ ഇല്ല, നമ്പേഴ്സ് തന്നാൽ മതി. ജെ ജെ ആ ഇത് ജയില്ലേ ഇല്ല, നമ്പേഴ്സ് ഈ നമ്പേഴ്സ് കാണാൻ മാത്രമേ ഉള്ളൂ. അത്രയോട്ടൊന്ന് പോയാ ഇതെടുത്തല 10-11 എടുത്തല ഈ 10-11 നോക്കാം. സ്ക്രീൻ ഏതാ? 12 അല്ല സ്ക്രീൻ 12 ഏതാ? PX ആണോ? അല്ലല്ല, പിക്സൽ സ്ക്രീൻ 2 ആയിരിക്കും. ആ അപ്പോൾ എടുത്തോ, ആ 10-11 എടുത്തോ. ഐഡി കാർഡ് നടത്തില്ല. ഐ ഡി കാർഡ് അതിന് ഇത് 18 രൂപയിലൊക്കെ കൊച്ചൊന്നുമില്ല. അയ്യോ അങ്ങനെയൊക്കെ തോന്നും. അതിനകത്ത് എന്തിരുന്നിട്ടാണ് സർട്ടിഫിക്കറ്റ് വെച്ചിരിക്കുന്നത്? ഒരു തേങ്ങയില്ല, വെറുതെ ചുമ്മാ. ID കാർഡ് എവിടെ? ഐ ഡി കാർഡ് തപ്പിയെടുക്കണില്ല. അയ്യോ അമ്മേ, ഒരു ലോഡ് ഫോട്ടോസ്. ഐഡന്റിറ്റി നമ്പർ ഉണ്ടാവും അവിടെ. ഗൂഗിൾ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി നമ്പർ ഉണ്ടാവും. ഇല്ല, ഞാൻ ഒന്നും അങ്ങനെ ആക്കിയില്ല. ഒരു തേങ്ങയിലാണ് വെറുതെ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് ID പ്രൂഫ് ഒക്കെ വാങ്ങിക്കാൻ. തപ്പിയെടുക്കട്ടെ. ചുമ്മാ ഒരു കാര്യമില്ല. ആ ഇതാ. ആ കിട്ടി. അല്ല ചേട്ടാ കാണിച്ചതാ. അത് ആധാറിലെ ഫോട്ടോയാടാ. ആധാറിന്റെ ഫോട്ടോ കാണിച്ച് അപ്രൂവ് വാങ്ങിയിട്ടുണ്ട്. എന്താ അവസ്ഥ? എന്ത് തേങ്ങ? ഞാൻ എന്നാലും എനിക്ക് അത് അറിയാൻ പറ്റാത്ത കാര്യം. ഇവൾക്ക് എന്തിന് ID കാർഡ് വെച്ചു കണ്ടപ്പോ കൊച്ചു കുഞ്ഞിനെ കൊച്ചു ചെല്ല് ചെല്ല്. ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഏതോ പറഞ്ഞ സക്സസ് ആയി നമ്മൾ ടിക്കറ്റ് എടുത്തു. പക്ഷെ എനിക്ക് അതല്ല ഇപ്പോഴും മനസ്സിലത്. ID കാർഡ് ചോദിച്ചതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കണ്ട ചെറിയ കൊച്ചുങ്ങളെ പോലെ ഉണ്ടാകാതിരിക്കും. അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തേ. പറയൂ. എന്റെ പേര് സാനിയ. അല്ല ആ സാനിയ അല്ല, സാനിയ സുരേന്ദ്രൻ. ഏവിയേഷൻ. അതെ, ഏവിയേഷന് പഠിക്കുന്നു. പിന്നെന്താ പറയണ്ടേ? ഇൻസ്റ്റാഗ്രാം ഐഡിയ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നാളെ മുതൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ID സാനിയ തന്നെ, എല്ലാവരും വേണേ ഫോളോ ചെയ്തോ. അല്ല അതിപ്പോ ഞാൻ മറ്റേ ഇതിന്റെ കട്ട് ഷോട്ട് റീൽ ഇറക്കൂല, അപ്പഴത്തേക്കും വരും സാനിയ. ഷുഗർ നമ്മൾ ഈ ചായ ഒന്ന് കുടിച്ചിട്ട് വരാം. ചായ കുടി സെറ്റായിട്ട് വരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ചായ കൂച്ചുന്നു ഞാൻ വേണ്ട. അപ്പോൾ എപ്പോഴും ഡെയിലി ഷൂട്ട് ഉണ്ടാവില്ല നിങ്ങൾക്ക്? ഡെയിലി ഇല്ലടാ, അത് ഷെഡ്യൂൾ അനുസരിച്ചല്ലേ ഷൂട്ട്. ഷൂട്ടിൻ്റെ കാര്യം ചോദിക്കുന്നവരെ ശ്രദ്ധിക്കും. മുതലാളിയുടെ കാര്യം ചോദിക്കുന്നവരൊക്കെ മുതലാളി ഓക്കെയാണ്, സീനൊന്നുമില്ല, ട്രസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങൾ മുതലാളിയുടെ അതിനകത്ത് നോക്കിയാൽ അതിനകത്ത് അപ്ഡേഷൻസ് ഉണ്ടാവും. വലിയ സീനൊന്നുമില്ല. അത് എല്ലാവർക്കും സംഭവിക്കുന്നത് കുഴിക്കാത്ത പോകുമ്പോൾ കാലിങ്ങനെ മടങ്ങുന്നത്. അതാണ് അത് കാലൊന്നും മടങ്ങിയടാ. നമ്മളിപ്പോൾ നടക്കുമ്പോൾ കഴിക്കാതെ നമ്മുടെ കാലിങ്ങനെ കുഴിക്കാതെ പോകുമ്പോൾ അങ്ങനത്തെ ഇതായതാ. വലിയ സീനൊന്നുമില്ല. നമ്മളിപ്പോൾ ജനനായക മൂവിക്ക് പോകാൻ പോയാണ്. ഞങ്ങളുടെ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. വന്ന് ഈ പടത്തിന് പോകുന്നില്ല. പക്ഷെ മഴ ഞാനെന്തിനാ ഷുഗറോട്? ഞാൻ ഷുഗറില്ല. ഷുഗർ കട്ടല്ല, ഷുഗർ അങ്ങനെ ഇപ്പോൾ ഓവറായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതിനാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മധുരമുണ്ട്, ഇതിനകത്ത് മധുരമുണ്ട് കണ്ടാ. ഷുഗർ കട്ട് എനിക്ക് വേണ്ട. കഴിച്ചോ? കിട്ടും. എനിക്ക് വേണ്ട. എനിക്ക് സ്നാക്സ് ഇഷ്ടമല്ല? ഇഷ്ടമല്ലാണ്ടെന്നല്ല, ഒരു മൂടില്ല കഴിക്കാൻ. ഈ പല്ലിൽ കമ്പി ഉണ്ടായതിനെ കൊണ്ടേ ഏട്ടങ്ങാനാണ്. പൊളിച്ചുല്ലേ. ഇവിടെ ചായ അടിപൊളി, കോഫി അടിപൊളിയാ. ഒരു തമിഴ് സ്റ്റൈൽ കോഫിയാണ്. അതിൻ്റെ ഫിൽറ്റർ എടുത്തിട്ട് ആ കോഫി ഇതാക്കി എടുക്കുന്നത്. ഫിൽറ്റർ കോഫിയാണ്, നല്ല കോഫി. കുറേ ആയി ഫോർമാളിൽ വന്നിട്ട്. നിങ്ങൾ ഇവിടെ അടുത്താണല്ലേ? അവസാനം അതായത് ഇതിപ്പോൾ ഇത്ര നേരത്തെ ഒന്നും ആദ്യം സംഭവം ഇല്ലെങ്കിൽ 5:30 വേണമെന്നുണ്ടെങ്കിൽ 5:25 പറഞ്ഞ് എഴുന്നേക്കുന്നേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇങ്ങോട്ട് വരും. തൊട്ടടുത്താണ് ആ ഒരു കോൺഫിഡൻസ്. അനക്ക് ഏതാ വിജയ് മൂവിയിൽ ഏറ്റവും ഇഷ്ടം? എനിക്ക് കുറേ മൂവി ഇഷ്ടമായി. കുറേ ഉണ്ടല്ലോ, എത്ര സിനിമ ഉണ്ട്. കൂടുതൽ ഫൈറ്റുള്ള മൂവിയൊന്നും എനിക്കിഷ്ടമല്ല. കുറേ ഫൈറ്റ് ഉള്ളതും. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മൂവി ലവർ അല്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ മൂവി കാണലില്ല. കാണും, നല്ല വലിയ ഇങ്ങനെ എല്ലാ ചില ആൾക്കാർക്കില്ല എല്ലാ പടം കാണണം അങ്ങനെയാണ്.
ഞാൻ അങ്ങനെയല്ല. ആ കണ്ട് ഇല്ല. പിന്നെ ചില ആൾക്കാർ പറയില്ല ആ മൂവി നല്ലതാണ് അങ്ങനെയാണ്, അങ്ങനെ കൂടുതൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കേട്ടിട്ട് കാണാൻ പോകും, അല്ലാണ്ട് അങ്ങനെ കാണുന്നില്ല. എനിക്കിപ്പം ഒരു പടം ഇറങ്ങി, അല്ലെങ്കിൽ എനിക്കൊരു ഇതുണ്ടോ, നമ്മുടെ ട്രെയിലർ കാണൂലേ, ഇനിയിപ്പോൾ വരാൻ പോകുന്ന മൂവീസ് കാണാൻ പോകുന്നത് ജയിലർ, സ്പൈഡർമാൻ, അവഞ്ചേഴ്സ്, ഗോസ്റ്റ് റൈഡർ, ഇതെല്ലാം വെയിറ്റിങ്ങാണ്. അവഞ്ചേഴ്സിനാണ് വെയിറ്റിങ്. അവഞ്ചേഴ്സ് ഞാൻ 2 ദിവസം മുന്നെയാണ് അതിൻ്റെ എപ്പിസോഡ് കണ്ടത്. ഡൂംസ്ഡേ, ലാസ്റ്റത്തെ ഡൂംസ്ഡേയുടെ മുമ്പോ എന്ത് കാസ്റ്റിംഗ് ആയിരുന്നു എൻ്റെ പൊന്നേ. ഓ അന്യായ കാസ്റ്റിംഗ് ആയിരുന്നു. ആരൊക്കെ ഫെന്റാസ്റ്റിക് ഫോർ എക്സ്മെൻറ്റ് ചെയ്തുകൊണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബ്ലാക്ക് പാന്തറിൻ്റെ പുതിയൊരു കിങ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ അയൺമാൻ ആണ് ഓപ്പോസിറ്റ് വില്ലനായിട്ട് വരുന്നത്, ഡോക്ടർ ഡൂംസ്ഡേയുടെ വരുന്നത്. അമ്പോ ടിസ്റ്റോടെ ടിസ്റ്റായിരിക്കും. ഗോസ്റ്റ് റൈഡർ വരുന്നുണ്ട് പുതിയത്, അതിൻ്റെ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അവഞ്ചേഴ്സ് ഫാൻസ് വെറുതെ ശരിയില്ല. അപ്പോൾ അത് കാണുമ്പോൾ ഇങ്ങനെ വെമ്പലും കൊണ്ടിരിക്കുക, സ്പൈഡർമാൻ കാണാൻ ഇങ്ങനെ വെമ്പലും കൊണ്ടിരിക്കുക. പക്ഷേ ഇതിപ്പോൾ എന്താ പറയുക, ഡിസംബർ ആവണേ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ, പക്ഷേ സ്പൈഡർമാന് ടിക്കറ്റ് കിട്ടാനില്ല. ഫുൾ ബുക്കിംഗ് ആണല്ലേ? ആ സ്പൈഡർമാന് ടിക്കറ്റ് കിട്ടാനില്ല, ഒരു രക്ഷയില്ല. ആരോ നല്ലപോലെ പോയിട്ടുന്നുണ്ട്. ആ ചേട്ടനായിരിക്കും. ആ ചേട്ടൻ എന്തിനാണ് ഞാൻ ID കാർഡ് യൂസ് ചെയ്തതെന്ന് മനസ്സിലായോ? അതല്ല ശരിക്കും അപ്പൊ എന്നെ കണ്ടാല് 18 വയസ്സായി തോന്നിയില്ലേ? 18 ഒന്നുമില്ലാലും ഇല്ലേ? പിന്നെന്താ ഇയാള് ഇത്രയും പൊട്ടനാണോ? അവര് ചിലപ്പം സൗന്ദര്യത്തിൽ വൈഞ്ഞൊരുങ്ങി കൊച്ചു കുട്ടിയെന്ന് വിചാരിച്ചത്. പിന്നെ സൗന്ദര്യത്തിൽ വൈഞ്ഞൊരുങ്ങിയെന്ന് വിചാരിച്ചത്, വേറെ ഒന്നുമില്ല. ഞാൻ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഒരാളെ ID പ്രൂഫ് ചോദിക്കുന്നത്. ഞാന് മറ്റേ വേറൊരു പടം കാണാൻ പോയിക്കൊണ്ടായിരുന്നു. അയ്യോ അല്ല, ചോദിക്കുന്ന പടത്തിന് ഇതുവരെ ചോദിച്ചിട്ട് കില്ലിനൊക്കെ വന്നിട്ട് ചോദിച്ചില്ല. കില്ലിനകത്തൊക്കെ എന്നാണ് കില്ലില്ല, കില്ല് മറ്റേ ട്രെയിനകത്ത മനസ്സിലായി ബ്രൂട്ടൽ കില്ല് കൊമ്പോ, അതിനും ചോദിച്ചിട്ടില്ല. പിന്നെന്താണോ ഇതിന് ചോദിച്ചത്, ഒരു ഐഡിയ ഇല്ല. എടാ വിജയുടെ നിനക്ക് നീ പറയുന്നുണ്ട് നമ്മൾ വിജയുടെ പടത്തിനെ പറ്റി പറഞ്ഞിട്ട് വേറെ എന്തൊക്കെ വഴിക്ക് പോയായിരുന്നില്ലേ? വേറെ ഏതൊക്കെയോ വഴിക്ക് നമ്മൾ വിജയുടെ പടത്തിനെ പറ്റി പറഞ്ഞിട്ട് പോയായിരുന്നു. എടാ എനിക്ക് വിജയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ തുപ്പാക്കി ഇഷ്ടമാണ്. പിന്നെ തെറി ഇഷ്ടം, പക്ഷേ എല്ലാം ഇഷ്ടമാണ്. ഒരുപാട് ഇറങ്ങിയിട്ട് എല്ലാം ഇഷ്ടമാണ്. ഓ അനക്ക് ഫേവറേറ്റ് ഒരു റൊമാൻറ്റിക് ഇത് പറഞ്ഞ ഏതായിരിക്കും ഇഷ്ടം? എനിക്ക് ഒരു പടയില്ലേ മറ്റേ ഇവള് ഇങ്ങനെ പൊട്ടൊക്കെ തൊട്ടിട്ടുള്ള ഒരു ബൊമ്മക്കുട്ടിയൊക്കെ പോലെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട്, മനസ്സിലായോ? മറ്റേ ഗില്ലി. ആ പടത്തിന്റെ പേര് ഗില്ലിയാണോ? ആ മറ്റേ തൃശ്ശൂർ പൊട്ടൊക്കെ പാവനെ പോലെ. ഓൾ ടൈം. പക്ഷെ അതിനകത്ത് വിജയ്ക്കല്ല ഏറ്റവും ഇപ്പോഴും ഫാൻ ബേസ് ഉള്ളത്, പ്രകാശ് രാജിനാണ്. ചെലോ അത് പുള്ളി ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്തോ എവിടെയോ പോയപ്പോഴത്തേക്കും ഏതൊരു കൊച്ചു പയ്യൻ ചെല്ലോന്ന് വിളിച്ചത്, ചെല്ലോ പുള്ളി പറയടാ നീ എന്റെ ആ പടം ജനിച്ചിട്ട് പോലും ഇല്ല. നല്ല പടം. പക്ഷെ പ്രകാശ് രാജ് സ്കോർ, വിജയ് ഓക്കെ, പക്ഷെ അണ്ണന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. റാസാടാ ചെല്ലോ ആ സാധനം ഉണ്ട് മനെ, അതൊക്കെ ഓൾ ടൈം. ചേട്ടന് ഇഷ്ടപ്പെട്ട പടം ഏതാ? എനിക്ക് അങ്ങനെ ഇന്ന പടമൊന്നുമില്ല, ഇല്ല, എല്ലാം ഇഷ്ടമാണ്. എനിക്കെല്ലാം ഇഷ്ടം തന്നെ. പക്ഷെ കുറച്ച് എല്ലാം വന്നായിരുന്നു കാണൂടാ, അങ്ങനത്തെ ഒരു ഇതില്ല. വന്നായിരുന്നു എല്ലാം കാണും എല്ലാം ഇതാക്കും. അതാണ് നമുക്കിനി എത്ര മിനിറ്റ് ഉണ്ട്? 5:24 അല്ലേ? ഇനി കുറച്ച് മിനിറ്റ്, 15-18 മിനിറ്റ്. നമ്മൾ പെട്ടെന്നുള്ള പ്ലാനായിരുന്നു, പെട്ടെന്നുള്ള പരിപാടി. അതാണ് ചേട്ടാ എവരി ഗേൾ ഡിസർവ് എ ഫ്ലവർ എന്നാണ്. അത് എന്റേതല്ല, അങ്ങനെയാണ്. എല്ലാ ഗേൾസിനും ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്കൊക്കെ ഇഷ്ടാട്ടോ. അതാണ്. അപ്പം ഒരാളെ ഒരു കാര്യത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫ്ലവർ കൊടുത്ത് ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പെട്ടെന്നൊരു ഇതുണ്ടാവും. ഇപ്പം ഉറങ്ങി എണീറ്റ് വന്നാന്ന് വിചാരിച്ചോ, അപ്പോൾ എത്ര നേരമായി മനുഷ്യ ഞങ്ങളെ കാത്തിക്കണേ. മഴ ഞാൻ റെഡി ആയിട്ട് ഉറങ്ങി, മഴ പിന്നെ റെഡിയാവുണ്ട്. അതല്ലടാ, ഇപ്പൊ ഈ ഉറങ്ങി എണീറ്റ് വരുമ്പോഴത്തേക്കും ആ ഒരു മൂഡ് ചേഞ്ച് ഉണ്ടാവുമല്ലോ.
മൂഡ് ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ സാധനം കിട്ടുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു സ്പാർക്കിങ് ഇങ്ങനെ കയറി വരും. പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഈ ഫ്ലവർ തരുന്ന. ഞാൻ എല്ലാവർക്കും അതാണ് സർപ്രൈസ്. ഞാൻ എല്ലാവർക്കും കൊടുക്കലുണ്ട്. അല്ല, എല്ലാവരും കൊടുക്കണം. ഒരു സർപ്രൈസ് എലമെന്റ് ഇല്ലടാ. മറ്റുള്ളവരെ ഹാപ്പി ആക്കുക എന്നുള്ള സാധനം നമുക്ക് ഭയങ്കര ഇതാണ്. അപ്പൊ അതിന് വരുമ്പോഴത്തേക്കും ഇതൊരു ഹാപ്പിനെസ് തരുന്ന കാര്യമില്ല. അതാണ്. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. അങ്ങനെ നമ്മുടെ ടൈം ആയിരിക്കുന്നു. നമ്മൾ അകത്തേക്ക് കയറാൻ പോകും. 3 മണിക്കൂർ എന്തുണ്ട് പടം. ഞാൻ 5:45 മണി കഴിഞ്ഞാൽ 9:22 എന്താ തരുന്നത്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ഗോണ ബി എ ലോങ് ടൈം. പൊളിക്കും. ഉള്ളിലേക്ക് കയറാം. അവിടെ പിടിച്ചു വെച്ചാ പിന്നെ ഷൂലേസ് ഞാൻ അവിടെ പിടിച്ചു വെച്ചായിരിക്കുന്നു. അടുത്ത് അതായെന്ന് ഓർത്ത്. അവിടെ കൊച്ചാണെങ്കിൽ കയറാൻ പറ്റില്ല. അടിക്കാണ് സ്ക്രീൻ 2 ഇവിടെണ്ട. 2 ഇടാ. അത് 3 2 ഇടാ. സ്ക്രീൻ 2 ഇല്ല. ഞാൻ കുറച്ച് ഞാൻ എന്റെ പെട്ടെന്ന് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഷോള് കുറച്ചു നേരമായിട്ട് കാണും. ഞാൻ അവിടെ കൊച്ചാണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചു. അവര് ചോദിക്കണ്ട് റോസാപ്പൂ കുഴപ്പം. ഞാൻ റോസാപ്പൂക്കെ തീർന്നിട്ട് എന്ത് കുഴപ്പം. റോസാപ്പൂവൊക്കെ കിട്ടി ഞങ്ങൾക്ക്. അല്ല, ആ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് ഇപ്പഴത്തന്നെ റോസാപ്പൂ കുഴപ്പമുണ്ടെന്ന്. തുടങ്ങിയോ? ഇല്ല, തുടങ്ങിയില്ല. ഓക്കെ ഗൈസ്, നമ്മൾ തിയേറ്ററിനുള്ളിൽ കയറി സീറ്റ് കൂടിയുടെ. ഓക്കെ, ആരെയും കാണൂല, ഇരുട്ടായിരിക്കും മൊത്തം. ഓക്കെ, ശരി എന്നാ. അല്ല, ഇപ്പം നമ്മൾ പുറത്തിറങ്ങി, ഇന്റർവ്യൂ പുറത്തിറങ്ങി. അതിപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രം കയ്യടിയും ബേളൊക്കെ ഉള്ളു. ബാക്കി ആരും വന്നിട്ട് അനങ്ങുന്നില്ല, ഒച്ച ഉണ്ടാക്കില്ല. പക്ഷെ ഇത് സത്യം പറഞ്ഞല്ല, ഫസ്റ്റ് ഷോ മറ്റേ ഒരു നോർമൽ തിയേറ്റർ ഇല്ലേ, അവിടെ പോയിരുന്നു. വേറെ എങ്ങും എനിക്ക് അത്ര ഇത് പോരാ. ആളില്ല ഇവിടെ, കുറച്ച് ആളുണ്ട്. അത് പി വി എന്ന പ്രത്യേകത. ഓക്കെ, നമ്മളിപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞ് പിന്നെ ഫുള്ള് കണ്ടു തീർത്തിട്ട് വരാം. പക്ഷെ നമ്മൾ പടം കണ്ടിട്ട് ഇറങ്ങിയേ. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ കാണാനുള്ള ഉണ്ട്. തിയേറ്ററിൽ കാണാനുള്ള ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ചുമ്മാ ഒരു എന്താ പറയാ, ഒരു ലോജിക്കില്ലാണ്ട് ഒരു ദേശസ്നേഹം ഉളവാക്കുന്ന ഒരു സാധനം. പക്ഷെ ഫൈറ്റ് ചില സീനൊക്കെ ഇങ്ങനെ രോമ എണീറ്റിരിക്കുവായിരുന്നു. ഫൈറ്റൊക്കെ നല്ല രസം. എനിക്ക് ഫൈറ്റ് ഇഷ്ടമല്ലാതാണ്, പക്ഷെ നല്ല മമിത ബൈജൻ ഫൈറ്റൊക്കെ പൊളിച്ചു. ഫൈറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഫൈറ്റ് ഇഷ്ടമായി. നല്ല രസമുണ്ട്. ഫസ്റ്റിലത്തെ ഇൻട്രോ സീൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടാ പിന്നെ ഇഷ്ടപ്പെട്ടെ. സെക്കൻഡ് പാർട്ട് അത്ര വലിയ അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷെ പൊളി, കുഴപ്പമില്ല. ഒരു വിഷമം വന്നില്ല അവസാനം ലാസ്റ്റ് വിജയിന്റെ സാധനങ്ങളൊക്കെ കാണിച്ചപ്പോ ഒരു വിഷമം, ഒരു ഇത് ഒരാള് പോയ കൂട്ട്. അതെ, പടം കണ്ണു പറഞ്ഞു. ഇല്ല, ലാസ്റ്റത്തെ കണ്ടപ്പോ ഭയങ്കര ഇമോഷണൽ ആവും. കാരണം നമ്മള് ഇനി കാണൂലോ. അപ്പൊ കൊള്ളാം, പടം നൈസാണ്, കാണാം. എന്നാലും എന്താ പറയാ, തിയേറ്ററിൽ പോയി കാണേണ്ടതുണ്ടല്ലേ പടം. തിയേറ്ററിൽ കണ്ടാലേ സൂചിക്കത്തില്ല, ഫോണിൽ കണ്ടിട്ട് കാര്യമില്ല. ഇല്ല, ഞാൻ എപ്പോഴും പറയുന്നോട്ട് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കാണാം. പക്ഷെ ട്രിബ്യൂട്ട് ആയിട്ട് പക്ഷെ ചില സീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല ഫുൾ ഫൈറ്റും അതൊന്നും. പക്ഷെ മമിതയുടെ ആ സീനൊക്കെ കൊള്ളാം. മമിത ബൈജുവിന്റെ അടിപൊളി, ഒന്നും പറയാനില്ല. ലാസ്റ്റ് ഫൈറ്റ് ഒക്കെ സീൻ സാധനമാണ്, എല്ലാം കിടിലൻ സാധനം, ഒന്നും പറയാനില്ല, എല്ലാം കിട്ടില്ല. എല്ലാം കിട്ടില്ല. ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണ്ട. വൈ? ഫുഡ് എനിക്ക് റൂമിൽ ഫുഡ് ഉണ്ട്. എനിക്ക് റൂമിൽ ഫുഡ് ഉണ്ട്. എന്ത് ഫുഡാ റൂമില്? ആണല്ലേ, നല്ല നല്ല കൊതി. എന്താ നല്ല, എന്താണ്, എങ്ങനെയുണ്ടായിരുന്ന മൂവി? ഓവറോൾ ഇഷ്ടപ്പെട്ടു. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് പാർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് പാർട്ട് കുറച്ച് എവിടോ എനിക്ക് ലാഗ് അടിച്ച പോലെ തോന്നി. നമ്മൾ പറഞ്ഞല്ലോ. എങ്ങനെയുണ്ടായിരുന്നു മൂവി വിത്ത് മീ? പൊളി തന്നെ. ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇങ്ങനെ വേണം പാർക്കിംഗ്, അവിടെ വണ്ടി എടുക്കണ്ടേ? ഒരു മിനിറ്റ് പോരെ. ചുമ പനി വന്ന് മാറിയല്ല, അതിന്റെ ചുമയാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് വരുന്നതിന്റെ ഇതാണ്. ഞാനപ്പം ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ടിപ്സ് പറഞ്ഞു. ഇഞ്ചി, ഹണി, ഇഞ്ചി നീരും ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചു നോക്കും. പൊടിച്ചടിച്ചു നോക്ക്, സെറ്റാക്കാം. അത് ഉണ്ടാ അവിടെ സാധനങ്ങൾ ഉണ്ടാ? ഇഞ്ചി പോണോക്കാ? അല്ല, ഇൻസ്റ്റാ മട്ട് കിട്ടിയുള്ളൂടാ. ഇല്ല, ഇഞ്ചി മറ്റേ റൂമിൽ ചേച്ചിമാരെടുത്തുണ്ടാവും. കുക്കിംഗ് ഉണ്ടോ റൂമില്? വാ, അത് കൊള്ളാലോ, നൈസ്. പക്ഷെ എനിക്ക് മടിയാവോണ്ട് ഞാൻ കുക്ക് ചെയ്തില്ല. മെസ്സിന്റെ ഫുഡ്
കുക്ക് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. കുക്ക് ചെയ്യാൻ ഇഷ്ടം, പക്ഷെ നമ്മളില്ലേ ഡെയിലി കുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സംഭവം വരും. കാരണം നമ്മൾ എന്തെങ്കിലും വർക്കിനോ എന്തെങ്കിലും പോകുമ്പോൾ വർക്കില്ല, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഓക്കെയാണ്. എനിക്ക് കുക്ക് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം, പക്ഷെ അങ്ങനെയൊക്കെ ആയിപ്പോയി. അതില് നമ്മള് പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ പോയി ഓൾക്ക് ഫുഡ് അവിടെ ഉള്ള കാരണം മഴയാണ്, പോയിട്ട് കാര്യമില്ല. മഴയെ വലിയ കാര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞ പുറത്ത് എല്ലാവരും എവിടെയെങ്കിലും പോയി കുത്തിരിക്കുക, അവിടെ ഒന്ന് കുത്തിരിക്കി എന്ന് പറഞ്ഞ പോലെ പോയി. അയ്യോ അവസ്ഥ. മഴ നമ്മൾ കീറുമ്പോഴത്തേക്കും വലിയ മഴയില്ലായിരുന്നു, ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും മഴ. വൈ മഴ യു ആർ ഡൂയിങ് ലൈക്ക് ദിസ്. ഇറങ്ങാന്ന് വെച്ചിരുന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? മഴ പെയ്തു നമ്മൾ കുറച്ച് നേരം നിന്ന് നോക്കാം, മഴ മാറുകയില്ല നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. വേറെ നല്ല കണ്ണങ്ങാട്ട് അറിയാലോ, ആസ് യൂഷ്വൽ ഇഫ് യു നോ. ഓക്കെ എടാ, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ? അല്ലടാ, ഫസ്റ്റ് ഇംപ്രഷൻ വ്ലോഗ്. അടിപൊളി രസമാണ്, നല്ല രസമുണ്ടായി. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരാളോട്ടിൽ വ്ലോഗും ചെയ്ത് ഞാൻ സിനിമക്കൊക്കെ പോണേ. എൻജോയ് ചെയ്തു. ഇനി വരും, വിളിച്ചാ വരാതെ. എന്നെ വിളിക്കൂ, എന്നെ കൂടെ കൊണ്ടുപോയി ചേട്ടാ, എന്നെ കൂടെ കൊണ്ടുപോയി ചേട്ടാ. വെറുതെ റൂമിൽ തുടങ്ങിയിരുന്നു. എങ്ങനെയുണ്ടെന്ന് ഓവറോൾ മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് പറയാനുണ്ട്? ഒരു സ്ട്രേഞ്ചറെ കൂടെ ആദ്യമായിട്ടല്ലേ, നല്ല രസമുണ്ടായിരുന്നു. ഓക്വേർഡ് ഫീൽ ഇല്ലായിരുന്നു, ഇല്ലല്ലേ? ഓക്വേർഡ് ഫീൽ അങ്ങനത്തെ ഒന്നുമില്ല. അതൊക്കെ ഓരോ ആൾക്കാരെ ഇഷ്ടമാണ്. ഇപ്പൊ ഞാനും വീഡിയോസ് ഒക്കെ ചെയ്യണോണ്ട് എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അത്രേ ഉള്ളൂ, ജിൽ പോലെ നിൽക്കണം. നമ്മുടെ ഒരു ഇതൊക്കെ ചുമ്മാ നമ്മുടെ ഫൺ ബ്ലോഗാണ്. പക്ഷെ ഇത് ഞാൻ ഈ ബ്ലോഗിനകത്ത് ഞാൻ നേരത്തെ ബ്ലോഗിനകത്ത് പറയുന്നത് ഒരു സാധനം വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഇവളൊക്കെ മിസ് ചെയ്തത്. പക്ഷെ ഇവരായിട്ടൊന്ന് ഇതായിട്ടില്ല, അന്നേ ഇതായിരുന്നു. കമ്പനി അല്ല ചാറ്റ് ചെയ്ത് ഓക്കെ ഇരുന്നെങ്കിൽ അതിന് മുമ്പ് വീഡിയോ എടുത്തെങ്കിൽ ഇവരെ കൂടി കൊണ്ടുപോകായിരുന്നു. പക്ഷെ ഒരു സാധനം വരുന്നുണ്ട്, കിട്ടുന്ന സാധനമാണ്. വെയിറ്റ് ചെയ്യുക, വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമ്മളെന്തായാലും മഴയൊക്കെ കുറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.